നേരത്തെ കർത്താവ് ഈശോമിശിഹാ എവിടെ സങ്കീർത്തനത്തിൽ അങ്ങാണെൻ്റെ ഗോപുരം. ആ ശത്രുക്കൾക്കെതിരെയുള്ള സുസജ്ജ ഗോപുരം ആരാണ്? ഈ കർത്താവ് ഈശോമിശിഹാ. അനാദി മുതലേ അനന്തത വരെ അവിടെ. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രക്ഷയുടെ ആഗമനം അനാദി മുതൽ അനന്തത വരെയുള്ള ഒരു പ്രവൃത്തിയാണെന്നും അതിൻ്റെ ആഗമനം ഉണ്ടാകാനായിട്ട് ആവശ്യമായിരുന്ന ഒന്നെന്താ? ഈ രക്ഷകൻ വരുന്നതിന് ആവശ്യമായത് എന്തായിരുന്നു? രക്ഷകൻ വരുന്നതിന് ആവശ്യമായത് എന്തായിരുന്നു? മനുഷ്യന്റെ പാപം. മനുഷ്യന്റെ പാപം ഉണ്ടായാലല്ലേ പാപമില്ലാതെ രക്ഷ ഉണ്ടാവോ? പാപം ഉണ്ടാവും ദൈവത്തിന് അറിയായിരുന്നു. അതാണ് അനാദി മുതലേ. പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപേ ഭൂമിയും ലോകവും രൂപപ്പെടുത്തും മുൻപേ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുൻപേ. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൻ്റെ മനസ്സൊന്ന് ചിന്തിക്കൂ. ദൈവത്തിന് ഈ രക്ഷകൻ വരണം, അതായത് ദൈവത്തിൻ്റെ മഹത്വം കാണിക്കണം. ഈ ദൈവത്തിൻ്റെ മഹത്വം കാണിക്കണമെങ്കിൽ രക്ഷാകര പദ്ധതി ഉണ്ടാകണം. ആ രക്ഷാകര പദ്ധതി ഉണ്ടാകണമെങ്കിൽ മനുഷ്യനെ അതുപോലെ സൃഷ്ടിക്കണം. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അവന് ബലഹീനതകൾ ഉണ്ടായിരുന്നു. അവൻ ആ ബലഹീനതകളിൽ ഉണ്ടായി. അതാണ് നമ്മുടെ ലത്തീൻ ആരാധനാക്രമത്തിൽ ഈസ്റ്റർ വിജിൽ ക്രിസ്തുവിൻ ജ്യോതി ലൂമൻ ക്രിസ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റാലിയൻ സിസ്റ്റർ ഓർക്കണില്ലേ? ഇറ്റാലിയനിൽ എന്താ പറയണേ? ലൂമൻ ക്രിസ്റ്റി അല്ലേ? ബൈസെന്റൈൻ. യു ആർ ബൈസെന്റൈൻ. സോഫിയ ഓർത്തി. അതാണ്. ഓക്കെ, കാര്യം നമ്മൾ ഇത്രയും സിസ്റ്റേഴ്സ് ഉള്ളൂവെങ്കിലും ലോകം മുഴുവനിൽ നിന്ന് വന്നേക്കണത്, ഇറ്റലിയിൽ നിന്ന് വന്നേക്കണത്, അമേരിക്കയിൽ നിന്ന് വന്നേക്കണത്, ഇനി എവിടെ നിന്നൊക്കെയാണ് വന്നേക്കണേ? മനസ്സിലാവണ്ടോ? ഇതിൻ്റെ ഇടയിൽ എന്തോരം ലോകമാസകലത്ത് നിന്ന് വന്നേക്കണ സിസ്റ്റർമാരാണ്. എന്നെല്ലാവരും ഈ കേരളത്തിലെ പൊടികളാണ്. ഈ കേരളത്തിൽ നിന്നുള്ള ഈ പൊടികൾ എവിടെയൊക്കെയാണ് പോയേക്കണെന്ന് നോക്കിയേ. ഓക്കെ, അപ്പം ആ ലൂമൻ ക്രിസ്റ്റി കൊണ്ട് വരുന്ന സമയത്ത് വൈദികൻ അന്നത്തെ പാട്ടാണ്, ആ സമയത്തുള്ള ഒരു ഗ്ലോറിഫയിങ് സോങ് ആണ്. ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈ രാവിൻ ശുദ്ധി അധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. ഇത് സെയിന്റ് തോമസ് അക്വീനാസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ സുമ്മാ തിയോളജിയിൽ നിന്നെല്ലാം എടുത്തിട്ടുള്ള എക്സോൾട്ടഡ് കാറ്റഗിസത്തിൽ 412 ഖണ്ഡിക. കാറ്റഗിസം 412 ഖണ്ഡികയുടെ
അവസാന സെൻറ്റൻസ്, അല്ലെങ്കിൽ ആ 412 മുഴുവൻ എടുക്കാട്ടോ. ഇതിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ആദം പാപം ചെയ്തപ്പോൾ അതിൽ നിന്നും ദൈവം അവനെ പിന്തിരിപ്പിച്ചില്ല. എന്നാൽ ഉത്ഭവപാപത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് ഈശോ വന്നതിന് ശേഷമാണെന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. ഈശോ വരുന്നത് വരെ ഈ പാപത്തിനെ കീഴടക്കി വിജയം ആഹ്ലാദിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഈ പാപത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, അവൻ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, ആ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ പാപത്തെക്കുറിച്ച് തീർച്ചയായിട്ടും, പക്ഷേ മാത്രമല്ല പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും, ആ ഉത്ഭവപാപം എങ്ങനെ മനുഷ്യവംശത്തെ മുഴുവനും സംക്രമിച്ചു എന്നും അതിനെ എങ്ങനെ ദൈവം കീഴടക്കി എന്നുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമ്മൾ ആ മേഖലയിൽ അല്പം പഠിക്കാൻ പോവുകയാണ്. അപ്പം എങ്ങനെയാണ് പാപമുണ്ടായതും എന്തുകൊണ്ട് ദൈവം ആദത്തെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല എന്നതാണ് ഈ ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത്. 412 ഖണ്ഡിക വായിച്ചോളൂ. എന്നാൽ എന്തുകൊണ്ടാണ് ആദി മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലേയോ മറുപടി പറയുന്നു, പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി, ആദിമ പാപത്തിനു ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യ പ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, പാപം വർദ്ധിച്ചിടത്ത് ദൈവകൃപ അതിലുപരിയായി വർദ്ധിച്ചു. റോമൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദ ഗീതത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു, ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈ രാവിൻ ശുദ്ധി അധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. Oh, happy sin, you have given us such a great Redeemer. Oh, happy sin. ഇങ്ങനെയാണ് ചിലയിടത്ത് പാടുന്നത്. ദൈവമേ, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് സ്വർഗത്തിലാണെന്ന് തോന്നും. ഹാപ്പി സിൻ. ഇങ്ങനെ ഇവിടെ ആരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പാപത്തെ എന്തോ ഭയങ്കര ഒരു പിശാചാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, എന്തോ ഒരു ഭയങ്കര ദ്രോഹം ചെയ്യുന്നൊരു സാധനമായിട്ടിരിക്കുകയാണ്. പാപം വെറും പൊടിയാണ്. കാരണം അത് പൊടിയിൽ നിന്നുണ്ടായതാണ്. ആ അർത്ഥത്തിലാണ് അവൻ്റെ പൊടിയിലേക്ക് നീ പിന്തിരിവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 18 പറയുന്നത്, കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാനവരെ പൊളിച്ചു, തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. ഇത്രയുള്ള പാപം. കാറ്റിൽ പറത്തുന്ന ധൂളി പോലെ ഞാനവരെ പൊളിച്ചു, തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. എന്നിട്ട്
അടുത്ത് പിതാവിന്റെ വാത്സല്യത്തെ കുറിച്ച് പറയാണ്. അങ്ങനെയ്ക്കു രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്തുക എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടില്ലേ? അവിടുത്തെ വാത്സല്യം എന്നെ, എങ്ങനെയാണ് അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കിയത്? ഒന്നുകൂടി. അങ്ങനെയ്ക്കു രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്തുക എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും നമ്മൾ ആരുടെ കയ്യിലാ? നമ്മൾ ദൈവത്തിന്റെ കയ്യിലാണ്. ഇനി നമ്മൾ അധപ്പതിച്ചു പോയി വിചാരിച്ചോ, നമ്മൾ വീണു, അപ്പോഴും എവിടെയാ? അപ്പോഴും ദൈവത്തിന്റെ കയ്യിൽ തന്നെ. പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് നീ വിട്ടു പോണം. എവിടെയാണ് മനസ്സിലായത്? വള്ളത്തിൽ കർത്താവ് കയറിയപ്പോഴല്ലേ മനസ്സിലായത്. എന്നിട്ട് ഇത്രയും വലിയ പാപിയാണെന്ന് പറഞ്ഞ പത്രോസിനെ കർത്താവ് ആരായിട്ട് തിരഞ്ഞെടുത്തു? മാർപ്പാപ്പയായിട്ട്. നമ്മുടെ പുതിയ മാർപ്പാപ്പ വന്നിട്ടും ഇത് തന്നെ പറയണേ, എപ്പോഴും ഞാൻ പാപിയാണ്. എപ്പോഴും അദ്ദേഹം പറയണത് ഞാൻ ഒരു പാപിയാണ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഈ മദർ തെരേസ എപ്പോഴും പറയാറുള്ളത് എന്തായിരുന്നു? വേറെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഈ വേറെ ആരെങ്കിലും ഇതിന് തിരഞ്ഞെടുത്തേനെ, ഇത്ര വലിയ പാപിയായ എന്നെ എന്തിനാ ഇതിന് ഏൽപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. ശരിക്കും പറയാണ്. ഇപ്പൊ മദറിനെ അടുത്തറിയുമ്പോൾ അറിയാം, ഭയങ്കര ദേഷ്യമോ ചില നേരത്തൊക്കെ ആൾക്ക്. ഇതൊക്കെ വിശുദ്ധന്മാർക്കുണ്ടായിരുന്നു. ഒരുപാട് വിശുദ്ധന്മാരുടെ എല്ലാ ബയോഗ്രഫിയിലും എഴുതിയേക്കുന്നത് അവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവരൊരുപാട് പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അത് ഒറ്റ വിശുദ്ധനെ അത് പറയണുള്ളൂ, അല്ലെങ്കിൽ പറയുമായിരിക്കും, എനിക്കറിയില്ല. നമ്മൾക്ക് അറിയാവുന്ന ഒരു വലിയ വിശുദ്ധൻ പൗലോസ്ലീഹ, അങ്ങേരെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ മോശമാണ്, എനിക്ക് ഇന്ന ബലഹീനതകളുണ്ട്, മാറ്റാൻ വേണ്ടി കുറേ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും മാറണില്ല. എന്നാൽ എന്നെ എൻ്റെ കോൺഗ്രിഗേഷനിൽ നിന്ന് പിരിച്ചു വിടണമില്ല. നിനക്ക് എൻ്റെ കൃപ മതി, നീ ഇവിടെ തന്നെ നിൽക്ക്. എന്തായാലും വൺ മാൻ കോൺഗ്രിഗേഷനാണ്. ഇപ്പോഴാണ് പിന്നീടാണ് സെൻറ്റ് പോൾ സിസ്റ്റേഴ്സും സെൻറ്റ് പോൾ അച്ഛന്മാരും ഒക്കെ ഉണ്ടായത്, ഇല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി. എന്താണ് ഈ വലതുകൈ? ഈ സർവവ്യാപിയായ ദൈവത്തിന് വലതുകൈ എങ്ങനെ ഉണ്ടാവണേ? വലതുവശം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് യേശു ക്രിസ്തു. അതിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വരച്ച പ്രശ്നം അവിടെ വരയ്ക്കണ്ട. സാധാരണ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ അല്ല, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അത് നിങ്ങൾ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ വേറെ അർത്ഥം, ഞാൻ ഇപ്പുറത്ത് നിന്ന് നോക്കിയാൽ വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും. കണ്ടോ ഇപ്പം എന്ത് സംഭവിച്ചു? പിതാവ് പുത്രനെ അയച്ചു. എന്തിനു വേണ്ടിയാ? ഇടതുവശത്തുള്ള ജീവിത രീതിയിൽ നിന്നും വലതുവശത്തേക്കാക്കാൻ. പിതാവും പുത്രനും വന്നിട്ട് പരിശുദ്ധാത്മാവിനെ തന്നു. എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നത്? ഇടത്തേതിനുള്ള ജീവിത രീതിയിൽ നിന്നും വലത്തേതിലാക്കാൻ. ഇപ്പൊ നമ്മൾ ഏത് വശത്താ? വലതുവശത്താണ്. ആരുടെ വലതുവശത്ത്? ദൈവത്തിന്റെ വലതുവശത്ത്. ഇവിടെ തന്നെ ആയിരിക്കോ ഇല്ലയോ? ആയിരിക്കോ ഇല്ലയോ? അന്ത്യവിധി സമയത്ത് എവിടെ ആയിരിക്കും? വലതുവശത്ത് തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മൾ വലതുവശത്താണ്. എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ വലതുവശത്തായി? കർത്താവ് ഈശോ മിശിഹായെ അയച്ചു. ഈശോ മിശിഹ പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ ഇടത്തേതിനുള്ള ജീവിത രീതിയിൽ നിന്നും വടത്തേതിലേക്ക് കൊണ്ടുവന്നു. ഇത് നിങ്ങൾ ഇനി അപ്പുറത്ത് നിന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ മറിച്ച് വരച്ചാൽ മതി, കാര്യം ശരിയായി. അപ്പോൾ ബൈസന്റൈൻകാർ വരയ്ക്കണത് ഇങ്ങനെയാണ്, ഇല്ലേ? എങ്ങനെ ബൈസന്റൈൻകാർ വരയ്ക്കണേ?
ഇപ്പം എങ്ങനെയാണ് വരച്ചേ? ഇടത്തുനിന്ന് വലത്തോട്ടാണ് വരച്ചേ. അപ്പോൾ ആരാണ് വലത്തുനിന്ന് ഇടത്തോട്ട് വരയ്ക്കണത്? ഇപ്പോൾ സീറോ മലബാർ ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അല്ലല്ല, വലത്തുനിന്ന് ഇടത്തോട്ട്. ഓക്കെ. അങ്ങനെയാണ് ഓർത്തഡോക്സിലും ചില ബൈസന്റൈൻ ലിറ്റർജിക്കാരെല്ലാം വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ വ്യാഖ്യാനിക്കണനുസരിച്ചിരിക്കും. പക്ഷെ സംഭവം നമ്മളിപ്പോൾ വലതുവശത്താണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മളിപ്പോൾ വലതുവശത്താണ്, പക്ഷെ ഞങ്ങൾ ഇടതുവശത്തായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. എന്ന് വിചാരിച്ച് വരയ്ക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവേ, ഇപ്പം ഞാൻ വലതുവശത്താണ്, പക്ഷെ മുമ്പ് ഞാൻ ഇടതുവശത്തായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മളെവിടെ കൊണ്ടുവന്നു? വലതുവശത്ത് കൊണ്ടുവന്നു. പക്ഷെ ഞാൻ മുമ്പ് ഇടതുവശത്തെ കള്ളനായിരുന്നു, ഇപ്പോൾ വലതുവശത്തെ കള്ളനായി. ചില വ്യത്യാസമാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവം സർവവ്യാപിയാണ്. അവിടത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അപ്പൊ പാപത്തെ കുറിച്ച് നമ്മൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനവും ധ്യാന കേന്ദ്രക്കാരുമാണ് ഇതിൻ്റെ എല്ലാം വക്താക്കൾ. പാപത്തെ പർവ്വതീകരിച്ചു. പക്ഷേ ബൈബിളിൽ പാപത്തെ പർവ്വതീകരിക്കുന്നില്ല. സഭയുടെ പ്രബോധനങ്ങളിൽ പാപത്തെ പർവ്വതീകരിക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിലുള്ള കാര്യമാണ്. ഇത് കൊച്ചു ത്രേസ്യ എന്താ പറയണേ? പാപത്തെ പർവ്വതീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെയാണ് കരുണ. ഈ കരുണയുടെ വർഷം മുഴുവനും എന്തുണ്ടായി? ഈ കരുണയുടെ വർഷം മുഴുവനും പരിശുദ്ധ പിതാവ് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും ദൈവം കരുണയാണ്, കരുണയാണ്, കരുണയാണ്. ഈ മത്തായിയുടെ വീട്ടിലെ കാര്യമായിരുന്നു ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. അവൻ മത്തായി എൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, ഇത് ജോൺ പോൾ പോപ്പ് ഫ്രാൻസിസിൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ടീച്ചിങ് ആണ്. അവിടെ പറയാണ്, മത്തായിയുടെ പഴയ കാര്യങ്ങളൊന്നും ഈശോ കണ്ടില്ല. ഈ കുറച്ചു നാൾ മുമ്പ് പറഞ്ഞു ദൈവം പഴയത് നോക്കാറില്ല. കാരണം അത് ഈശോ മിശിഹ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കണു. ഇന്നത്തെ സിറ്റുവേഷനിൽ ഈശോ മിശിഹ മത്തായിയുടെ പാപം മുഴുവൻ ഏറ്റെടുത്തോ? ഈശോ മിശിഹ നമ്മുടെ ഇന്നുള്ളവരുടെയും നാളെ വരാനിരിക്കുന്നവരുടെയും പാപം ഏറ്റെടുത്തുവോ? പിന്നിപ്പോ അത് എണ്ണിക്കൊണ്ടിരിക്കലാണോ അദ്ദേഹത്തിന്റെ പണി? പറയുമ്പോ എന്തീ പറയണേ? ഈ കൊച്ചു സിസ്റ്റർമാർ ഇതൊക്കെ കേട്ടാൽ പിന്നെ അവർ ആകെ പാപം ചെയ്യണതിന് ലൈസൻസ് കിട്ടുമെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയണ്ടട്ടാ ബ്രദറേത്. സത്യം, ഒരു ഇംഗ്ലണ്ടിൽ ഞാനൊരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരമ്മ ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഇത് കണ്ടോ, ഇവനതൊക്കെ കേട്ടിരിക്കുകയാണ്. എന്താ ചെന്നിട്ട് അവൻ അമ്മയോട് പറയും, കണ്ടാ ബ്രദർ പറഞ്ഞത്. ഇവൻ ചെന്നിട്ട് അവളോട് പറയും, മമ്മി ഒരു ഫരിസേനാണെന്ന് പറഞ്ഞു. ഇല്ലടാ കുട്ടാ, അവരിതൊക്കെ കേട്ടിരിക്കണ്ട കേട്ടോ. ചില നേരത്ത് ഭയങ്കര ശക്തമായ വചനപ്രഘോഷണമാണ്. സ്റ്റേജിലൊന്നും വരില്ലെന്നുള്ളൂ, വരുമായിരിക്കും അവൻ. ഒരു കൊച്ചിനെ അമ്മ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്നു. അവൻ്റെ മേലൊക്കെ ഒരുതരം അലർജിയാണ്. അവിടെ എപ്പോഴും ഉള്ളൊരു സംഭവം. എന്താണ് അതിന് പേര് പറയണേ? ഒരു സോറിയാസിസ്. അങ്ങനെ അമ്മയ്ക്ക് അതാണ്. ഇവനതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഇവൻ അമ്മ അങ്ങോട്ട് മാറിയ തക്കത്തിന് ചോദിക്കാൻ, ബ്രദറങ്ങളെ ഞാൻ അടുത്ത ഞായറാഴ്ച ആദ്യ കുർബാന കൈക്കൊള്ളാൻ പോകാണ്. ആ മോനെ, നല്ല കാര്യം. അപ്പോളേ അത് കഴിഞ്ഞ് എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരകത്തിൽ പോവല്ലേ? അപ്പോഴേക്കും അമ്മ ഓടി വന്നു. ഇവനായ അയ്യോ, അമ്മേനെ അറിയാണ്ട് ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പം അമ്മ ഇത് കേട്ട് അവസാനം പറഞ്ഞത്. അപ്പം അമ്മ പറയും, അതെ ബ്രദറെ, ഇവന്മാരെയൊക്കെ ഒന്ന് ശരിക്കും ഇങ്ങനെ പറഞ്ഞ് നിർത്തിയില്ലെങ്കിലേ ഇവരൊക്കെ ഭയങ്കര ആക്രമണം ചെയ്ത് കളയും.
ആലോചിച്ച് നോക്കിയേ, ബുദ്ധിയും ബോധ്യവും ഉണ്ടായി ഈ മിശിഹാ കർത്താവിൻ്റെ കരുണയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അവൻ ആദ്യ കുർബാന പോയിക്കൊള്ളാൻ വേണ്ടിയാണല്ലോ നമ്മൾ അവന് തയ്യാറാക്കുന്നത്. എന്നിട്ട് എന്ത് തയ്യാറെടുപ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അവന്? മനസ്സിലാവുന്നുണ്ടോ? ഒരു നുണയല്ലേ അവനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കണേ. നുണ എന്ന് ഞാൻ പറയുന്നത് സത്യത്തിൻ്റെ ഓപ്പോസിഷൻ എന്നുള്ള രീതിയിലാണ്. സത്യം അവന് പറയുന്നുണ്ടോ? അവന് ഈ സത്യം അവന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അവനത് വിശ്വസിക്കാൻ പറ്റണില്ല. ഈ മദർ ടങ്ക് പറഞ്ഞത്, അവൻ്റെ മദർ ടങ്ക് അവനെ പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ കാറ്റഗിസം ടീച്ചേഴ്സും ഒക്കെ പഠിപ്പിക്കുകയായിരിക്കും, നീ ഇനി ഭയങ്കര സൂക്ഷിക്കണം, നീ പാപം ചെയ്താൽ നരകത്തിൽ പോകും. അപ്പം നമ്മൾ എല്ലാവരും, സോറി, കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മളെല്ലാം പഠിപ്പിക്കുന്ന ഒരു കാറ്റഗിസം ജനറലി നീ പാപം ചെയ്താൽ നരകത്തിൽ പോകും. ഈ 2000 വർഷമായിട്ടും ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ എവിടെയാ സുവിശേഷം? ഇത് സുവിശേഷമാണോ? അതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്കും ചിലർക്ക് സംശയമായിപ്പില്ലേ, അപ്പോൾ പാപം ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും? പാപം ചെയ്യുന്ന ആൾ നരകത്തിൽ പോകില്ലേ? അപ്പോൾ എന്തിനാ പിന്നെ കർത്താവ് വിശ്വസിച്ച് വന്നത്? പാപം ചെയ്തവനെയൊക്കെ പിടിച്ച് നരകത്തിൽ കൊണ്ടുപോകാനാണോ? എന്തിനാ കർത്താവ് വിശ്വസിച്ച് വന്നത്? പാപം ചെയ്യുന്നവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത്, അവൻ്റെ പാപമേറ്റെടുത്ത്, അവൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്ത്, ആ പാപത്തിൻ്റെ ശിക്ഷയും ഏറ്റെടുത്ത് ഇവനെ തോളിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഇവിടെയാണ് നമ്മളിന്ന് കേട്ടത്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോന്റെ ഭവനം പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. ഒരിക്കലൊരു കൺവെൻഷന് ഇതെല്ലാം പറഞ്ഞപ്പോൾ ഒരു സഹോദരി വന്നിരിക്കാൻ, ഞാനിങ്ങനെ ഓരോരുത്തർ പങ്കുവയ്ക്കാൻ പറയുമ്പോൾ അവർ വന്നിട്ട് പറയും, ഇതെന്താണ് ഈ ബ്രദർ പറയണത്? ഭാവി സ്വർഗത്തിൽ പോകുന്നു. ഇത് 16ാമത്തെ വർഷമാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. കഴിഞ്ഞ 15 വർഷവും ഞങ്ങൾ ഇവിടെ കേട്ടത് അതല്ല. ഇപ്പോൾ ഇദ്ദേഹം വന്ന് പറയാണ് ഭാവി സ്വർഗത്തിൽ പോകുന്നു. നല്ലൊരു അവതരണ ശൈലിയായിരുന്നു അവരുടെ. എന്നിട്ട് പറയാണ്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കർത്താവ് ഈശോമിശ വന്നത് ഭാവിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണെന്ന്. ഇപ്പോഴാണിത് മനസ്സിലായത്. 16 വർഷം ഈ കൺവെൻഷൻ നടന്നിട്ടും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആദ്യം കേട്ടപ്പോൾ ഒട്ടും ഇത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, സമ്മതിക്കുന്നില്ല, എൻ്റെ ഹൃദയം സമ്മതിക്കുന്നില്ല. അതെങ്ങനെ ഭാവി സ്വർഗത്തിൽ പോണേ? ഇതാ ഒരു വചനം വരുന്നു. അതാണ് കർത്താവ് ഈശോമിശിഹാ പറഞ്ഞത്, നിങ്ങളെക്കാൾ ആദ്യം വേശ്യകളും ചുങ്കക്കാരും സ്വർഗത്തിൽ പോകും. എന്തുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകും? അവർ കർത്താവ് ഈശോമിശിഹായിൽ വിശ്വസിക്കും. ഫരിസേയരും നിയമജ്ഞരും യേശുവിൽ വിശ്വസിക്കുന്നില്ല. സാരമില്ല, അവസാനം എവിടെയെങ്കിലും കൂട്ടിച്ചേരും കേട്ടോ. ഇപ്പം നിങ്ങൾ സംശയിക്കുകയാണ്, ഇതിപ്പോൾ ആദത്തിൻ്റെ അവിടെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് ചാടിയത് നമ്മളെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒന്ന്, ഈ പാപത്തെ പർവ്വതീകരിക്കുകയല്ല ചെയ്യേണ്ടത്. പാപം പൊടിയിൽ നിന്നുണ്ടായി, മണ്ണിൽ നിന്നുണ്ടായി, എന്നാൽ യേശു വിണ്ണിൽ നിന്നുണ്ടായി. ഈ വിണ്ണിൽ നിന്ന് വന്നവൻ ഈ മണ്ണിൽ നിന്ന് വന്നവനെ കീഴടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനെ വിശുദ്ധീകരിക്കുമോ, ദൈവീകരിക്കുമോ ഇല്ലയോ? അതാണ് ഈ കുർബാനയിൽ മുഴുവനും നമ്മൾ പാടുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും. അതാണ് വിശുദ്ധ കുർബാനയാകുന്ന അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സുവിശേഷത്തെ തന്നെ വ്യാഖ്യാനിക്കാൻ. പെട്ടെന്ന് ഇപ്പോൾ അതിലത്തേക്ക് പോയി, എന്നാലും ഒന്ന് മനസ്സിലാക്കണം, നല്ലതാണ്.
സുവിശേഷം ഈ ബൈബിള് എന്നാണ് ഉണ്ടായത്? ബൈബിള് എന്നുണ്ടായി? അതാരെങ്കിലും പറഞ്ഞേ. ബൈബിള് ഏത് വർഷത്തിലുണ്ടായേ? AD 68 എത്രാം തീയതി? ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്ന മാറ്റിയാണ് ഈ പറട കിട്ടിയ. AD 72 ശേഷം. ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം അത് ഈ സുവിശേഷകർ 4 സുവിശേഷകരും എഴുതിയ കാര്യങ്ങളാണ് ഈ പറയണത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള മായത്ത് ബൈബിൾ എന്നുണ്ടായി? സുവിശേഷകർത്താക്കൾ മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാൻ ഇവരൊക്കെ എഴുതിയത്. യോഹന്നാൻ എന്താണ് എഴുതിയത്? അവിടെ വായിച്ചാൽ മനസ്സിലാവും. 90-ാം ആണ്ടിലാണ് യോഹന്നാൻ്റെ സുവിശേഷം രചിക്കപ്പെട്ടത്. മത്തായി, മർക്കോസ്, ലൂക്കൊക്കെ അതിന് കുറച്ച് 75 ആയിട്ടുണ്ടാവും. അതുവരെ സഭ എങ്ങനെ ജീവിച്ചു? സഭ എങ്ങനെ പിന്തുടർന്നു? ഇന്ന് നമ്മുടെ കയ്യിലുള്ള മാതിരത്തെ സമഗ്രമായ ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായത് 400-ാം ആണ്ടിലാണ്, അല്ലെങ്കിൽ 397-ലാണ്. അതായത് 4-ാം ശതാബ്ദത്തിൻ്റെ അവസാനത്തിലാണ്. അതുവരെ എന്നാൽ വിശുദ്ധ ആരാധനാക്രമങ്ങൾ എന്നു മുതലുണ്ടായി? ആരാധനാക്രമങ്ങൾ പന്തക്കുസ്ത മുതലുണ്ടായി. അല്ലെങ്കിൽ എമ്മാവൂസിലേക്ക് പോയപ്പോൾ കണ്ടില്ലേ ഈശോ ആരാധനാക്രമം നടത്തിയത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വചന ശുശ്രൂഷ നടത്തി. അതിൻ്റെ അവസാനം അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി. ആരാധനാക്രമം വന്നോ ഇല്ലയോ? ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോ 40 ദിവസം അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ എന്താണ് അവിടെ ചെയ്തത്? സിനിമയ്ക്ക് പോകായിരുന്നോ? എന്ത് ചെയ്തു? ഈ ദൈവിക രഹസ്യങ്ങൾ അവരോട് മുഖാമുഖം പറഞ്ഞ് ആരാധിക്കുകയായിരുന്നു. ഈ ആരാധനാക്രമങ്ങൾക്കെല്ലാം രൂപം കൊണ്ടത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ. അങ്ങനെ അത് അവർ ഒരു ട്രഡീഷനായിട്ട് സഭയുടെ വിശുദ്ധ പാരമ്പര്യമായി പിന്തുടരുകയും പിന്നീട് കാലക്രമേണ അതിൽ നിന്നും രൂപപ്പെട്ട അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അനാഫറ പ്രാർത്ഥനകളും ആരാധനാക്രമങ്ങളും എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് ആരാധനാക്രമങ്ങൾ ബൈബിളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉണ്ട്. ഇപ്പൊ മലങ്കര ആരാധനാക്രമത്തിൽ മലങ്കരയിലുള്ള സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മലങ്കരയാണ്. വെരി ഗുഡ്, താങ്ക് യു. അതിൽ തക്സയിൽ വൈദികൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്. തിരുശരീരം മുറിക്കുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അടക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കുരിശിൽ അവൻ ബലി അർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശരീരം മുഴുവനും രക്തം കൊണ്ട് രക്തം പുരണ്ട് രക്തം മുഴുവനും വാർന്നുപോയി. അങ്ങനെ അവൻ മരിച്ചു. അവൻ്റെ ശരീരവും ആത്മാവും വേറെയായി. എങ്കിലും ശരീരത്തിൻ്റെ ദൈവത്വം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു, എങ്കിലും ശരീരത്തിൻ്റെ ദൈവത്വം വേർപെട്ടിട്ടില്ല. ഇത് വലിയൊരു രഹസ്യമാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ദൈവത്വം വേർപെടാതെ എന്നാൽ ശരീരവും ആത്മാവും വേർപെട്ടു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈശോ അത് പറയണ്ട, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇതങ്ങ് പരന്നു പോവുകയാണ്, ഒരുപാട് വിശദീകരിക്കപ്പെട്ടാണ്. നമ്മൾ വീണ്ടും ഏതേലും തോട്ടത്തിലേക്ക് പോകണം, എന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വരാം. ഇതിപ്പോൾ പറയാൻ എന്താ കാരണം ഉണ്ടായേ? വിസ്മരണീയത, കുർബാന, പിന്നെന്താ? ഇതെന്തുകൊണ്ടത് പറഞ്ഞപ്പോൾ ബൈബിൾ എന്നുണ്ടായി എന്ന് പറഞ്ഞു.
ആരാധനക്രമം ഉണ്ടായി ബൈബിളിന് മുമ്പ്. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഹലബല 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 ഹലബല. പരിശുദ്ധാത്മാവേ നന്ദി. യേശു 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 യേശു. ഓക്കെ, നമുക്ക് വീണ്ടും ഏതേൻ തോട്ടത്തിലേക്ക് പോകാം കേട്ടോ. നമ്മൾ മനസ്സിലാക്കി. 412 കണ്ണി ഒന്നുകൂടി വായിക്കാം. CCC 412 കണ്ണികയിൽ പറയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്നും ദൈവം തടയാതിരുന്നത്. മഹാനായ വിശുദ്ധ ലെയോ മറുപടി പറയുന്നു, പിശാചിന്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിന്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. തിന്മ സംഭവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ഇതാണ് നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എന്താണത്? തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഉത്ഭവഭാവത്തിന്റെ രഹസ്യം തന്നെ ഇതാണ്. എന്താണ് ഉത്ഭവഭാവം മൂലമുണ്ടായ ഏറ്റവും വലിയ നന്മ? ആകയാൽ രക്ഷകൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? പാപം ഉണ്ടായതുകൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ തന്നെ ഒരു വലിയ റെവലേഷൻ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നമ്മളിലേക്ക് ഇങ്ങനെ വരും. ഇപ്പം ഇവിടെ പെട്ടെന്ന് ഉണ്ടാകേണ്ട ഒന്ന്, പിശാചും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരാണ് പിശാച്? അശുദ്ധാരൂപിയും അല്ലെങ്കിൽ പൈശാചിക ശക്തികളും ദൈവശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ്? പിശാച് ആരായിരുന്നു? മാലാഖയായിരുന്നു. മാലാഖയായിരുന്നപ്പോൾ പിശാചിന്റെ അസ്തിത്വം മാലാഖയുടെ അസ്തിത്വം എന്തായിരുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടി. ദൈവം സൃഷ്ടിച്ച മാലാഖമാരില്ലേ? മാലാഖമാരെ ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ മാലാഖമാരാരായിരുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടി. ദൈവം സൃഷ്ടാവ്, മാലാഖമാര് സൃഷ്ടി. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മാലാഖമാരുടെ പതനത്തിൽ നിന്നാണ് പിശാചുണ്ടായത്. ക്ലിയർ? അപ്പോൾ ആ പിശാചുക്കൾ ആരാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ പിശാചിൻ്റെ ശക്തി പരിമിതമോ അനന്തമോ? പരിമിതം. ദൈവമോ സൃഷ്ടാവെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ശക്തി അനന്തം. ഇത്രയും മനസ്സിലാക്കുമ്പോൾ തന്നെ കേസ് പൊളിഞ്ഞു. നമ്മൾ ഈ പിശാച് ഏതാണ്ട് വലിയ ആളാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതാണ് പിശാച് തന്നെ പറഞ്ഞ ഒരു നുണ. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. കാറ്റഗിസം 395 ഖണ്ഡികയിൽ ഇത് പറയുന്നതൊന്ന് വായിക്കാം നമുക്ക്. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല. നമ്പർ എഴുതി വെച്ചേക്കണേ. പിശാചിൻ 395.
പിശാചിന്റെ ശക്തി അനന്തമല്ല. അനന്തമല്ല. അവൻ അവൻ ഒരു സൃഷ്ടി ഒരു മാത്രമാണ്. സൃഷ്ടി മാത്രമാണ്. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല. അനന്തമല്ല. അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. Praise the Lord. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ദൈവരാജ്യം, സർവാധിപനാം കർത്താവ്, സർവത്തിന്റെയും നാഥ, സകലേശ്വര, ഇതെല്ലാം പറയണതിന്റെ അർത്ഥം എന്താണ്? വിശ്വസിക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട ഒരു ഉയർച്ചയാണ്. നമ്മൾ പിശാച് നമ്മളെന്തോ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആരുടെ കയ്യിലാണ്? പേനയോടെ പോയി. നമ്മൾ ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ വീണാലും ദൈവത്തിൻ്റെ കയ്യിലാണ്. ക്ഷമിക്കണം കേട്ടോ. ഇപ്പം എല്ലാവരും പറയാറുണ്ട്, സംരക്ഷണ പ്രാർത്ഥനയ്ക്ക് എടുത്ത് പോയിക്കോട്ടോ, അല്ലെങ്കിൽ പിശാചിൻ്റെ തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കണേ? ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, തിരുരക്തം പാനം ചെയ്തു, ആ ആള് പറയാണ് ഇനി ഒന്ന് തെളിക്കണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ഈ സ്വീകരിച്ച ഈശോയുടെ ശരീരവും രക്തത്തിലും നമ്മൾ എന്താ വിശ്വസിക്കണേ? ഞാൻ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, തിരുരക്തം തെളിക്കണേ, സംരക്ഷിക്കണേ എന്നൊക്കെ. പിന്നെ ഒരു ഈശോ പറയാണ്, നീ ഇന്ന് എന്താ സ്വീകരിച്ചേ? ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതെ. എൻ്റെ ശരീരവും രക്തവും ഞാൻ നിനക്ക് തന്നില്ലേ? അതെ. അതിലൂടെ നീ എന്നെ തന്നെ മുഴുവനും സ്വീകരിച്ചില്ലേ? ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട് കർത്താവേ. ഇനി നിന്റെ പേര് ഇനി ആരെങ്കിലും തെളിക്കേണ്ട ആവശ്യം എന്താ എന്ന് പറഞ്ഞാൽ തിരുരക്തം തെളിക്കണതിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ സഭയുടെ ശുശ്രൂഷകളാണ് ആനാവെള്ളം തെളിക്കുക. ഇപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആനാവെള്ളം തെളിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ ചില ശുശ്രൂഷകളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സംരക്ഷണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണേ? വിശ്വാസമില്ലാത്തതുകൊണ്ട് അല്ലേ? ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ സംരക്ഷണ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ വല്ല സംരക്ഷണ പ്രാർത്ഥന നടത്തിയോ? എനിക്ക് ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരെയും ധ്യാനം എന്ന് പറഞ്ഞാൽ കർത്താവ് വിളിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ അകത്ത് ഏത് പിശാചിന് കയറാൻ പറ്റും പറയും. ഇതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ പിശാച് താണ്ട് വലിയ ആളാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ വലിയ ആളാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു ബോധ്യം ഇതാണ്, പിശാച് വെറും സൃഷ്ടി മാത്രമാണ്. ഒന്ന് വായിച്ചേ. അതുകൊണ്ട് പിശാചിന്റെ ശക്തി പരിമിതമാണ്, അനന്തമല്ല. പരിമിതം എന്ന് പറഞ്ഞാൽ അനന്തതയുടെ ഓപ്പോസിറ്റ്. ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. ആനന്ദമായ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളിൽ കൊണ്ട് നടക്കുന്നത്. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല. അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. കണ്ടിന്യൂ. ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം.
അതിന്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായി ശാരീരികമായി പോലും ഗൗരവപരമായ ഉപദ്രവങ്ങൾ വരുത്തി വെക്കുന്നതുമാകാം. എന്നാലും പിശാചിനെ അവന്റെ ദുഷ്പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. ദൈവം അനുവദിച്ചാൽ മാത്രമേ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവം അനുവദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്? കണ്ടിന്യൂ. ശക്തിയോടും സൗമ്യതയോടും കൂടി മനുഷ്യന്റെയും ലോകത്തിന്റെയും ചരിത്രത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ദൈവിക പരിപാലന പിശാചിനെ അവന്റെ പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. പൈശാചിക പ്രവർത്തനത്തെ ദൈവം അനുവദിക്കുന്നത് ഒരു വലിയ രഹസ്യമാണ്. എങ്കിലും നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്നു. തോമസ് ബോളിങ്ങിനെയൊക്കെ പറയും. പല വേറെ ആൾക്കാരൊക്കെ അങ്ങനെ പറയണം. ഇപ്പം ആര് പറയണത് വിശ്വസിക്കും? അപ്പോൾ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ഉണ്ടാകാം. അതാണ് പൗലോസ് പറഞ്ഞത്, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും ദൈവം ഒന്ന് തന്നെ. നമ്മൾ ആരുടെയും ശുശ്രൂഷയെ വിമർശിക്കരുത്. അവരെ ആ രീതിയിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്നതാകാം. പക്ഷേ പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ. ഇപ്പം ഞാൻ 20 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കർത്താവേ തിരുരക്തം തെളിക്കണേ, സംരക്ഷിക്കണേ. ഏതാണ്ട് ഞാൻ ശുശ്രൂഷ നടത്തുമ്പോൾ പിശാച് എന്നെ എന്തെങ്കിലും ചെയ്യും ധരിച്ചിട്ടൊക്കെയാണ്. പക്ഷേ കർത്താവിനോട് പറയാണ്, ഞാൻ നിന്നിൽ വസിക്കുമ്പോൾ, നിന്നെ ഞാൻ എടുത്തുപയോഗിക്കുമ്പോൾ നീ എൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് നീ വിശ്വസിച്ചാൽ മതി. പിന്നെ അപ്പം ഈ തിരുരക്തം തെളിക്കുക എന്നുള്ള പ്രാർത്ഥനകളെല്ലാം ഒരു പ്രൊട്ടസ്റ്റന്റ് ഒറിജിനിൽ നിന്നുണ്ടായതായിരിക്കാം. കാരണം പഴയ നിയമത്തിൽ ആട്ടുംകുഞ്ഞിന്റെ രക്തം തെളിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം തെളിക്കാൻ വേണ്ടിയല്ല നമുക്ക് തന്നിരിക്കുന്നത്, പാനം ചെയ്യാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ തിരുരക്തത്തിലൂടെ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ ലയിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഈശോ മിശിഹാ കർത്താവിൻ്റെ ജീവൻ ലയിച്ചിരിക്കുന്ന ഈ എന്നെ ഏത് പിശാചിന് തൊടാൻ പറ്റും? നമ്മൾ മനസ്സിലാക്കി. സംഹാരദൂതൻ കുഞ്ഞാടിന്റെ രക്തം തെളിച്ച കട്ടപ്പടികളെ ഉള്ളിൽ സംഹാരദൂതൻ പ്രവേശിച്ചോ? എങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെടുകയും തിരുരക്തത്താൽ മുദ്രകുത്തപ്പെടുകയും ചെയ്തിരിക്കുന്ന ഈ നമ്മുടെ കട്ടപ്പടിക്കുള്ളിൽ ഏത് പിശാച് കയറാൻ പറ്റുമോ? ബിലീവ്. നിങ്ങളിത് വിശ്വസിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ അത്രയ്ക്ക് വിലപിടിപ്പുള്ളവരാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കൊച്ച്, ഇവള് കൊച്ചിനെയും കൊണ്ട് അവിടെ നിൽക്കാൻ, ആ കൊച്ചവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തൊരു പട്ടി ആക്രമിക്കാൻ വന്നു. പട്ടി അതിനെ കടിക്കാൻ വന്നു. ഇപ്പോൾ എന്ത് പറയണം? ഞാൻ നിന്നോട് തിരുരക്തം തെളിക്കാൻ പറഞ്ഞാലേ നീ തെളിച്ചില്ല, അതുകൊണ്ട് നിന്നെ കടിക്കട്ടെ എന്ന് പറയോ? അതോ അവളോട് ചെന്ന് കൊച്ചിനെ വാരിയെടുക്കോ? വാരിയെടുക്കും. ഇതാണ് അവിടത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ദൈവം കരുണയും വാത്സല്യവുമാണ്. ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചല്ല ദൈവം നമ്മോട് അനുഗ്രഹം തരുന്നത്.
അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാം കണ്ടീഷണലായിട്ട് മര്യാദയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ കൊച്ചെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ പറഞ്ഞു വിട്ടുട്ടാ, ഉടനെ എടുത്ത വാക്കിന് പറഞ്ഞു വിടുമെന്നാ പറയാം. നമ്മളും എടുത്ത വാക്കിന് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ മടം വിട്ട് പോകുമെന്നും പറയും. അതോടുകൂടി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു ചോദിച്ചു. ഈ ഇടയ്ക്കൊക്കെ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച ആണുങ്ങൾ കല്യാണം കഴിച്ചു വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പറയാം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യുമെന്ന് പറയും. വായ തുറന്നാൽ ഇപ്പോൾ ഡൈവേഴ്സാണ്. എന്ന മാതിരിയാണ് കന്യാസ്ത്രീമാരും ചിലപ്പോൾ പറയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലട്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറയും. അപ്പോൾ സുപ്പീരിയർമാരും അല്ലെങ്കിൽ നേവീസ് മിനിസ്റ്റേഴ്സും പറയും മര്യാദയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിട്ടാന്ന് പറയും. ഇങ്ങനെ ഒരു സമ്പ്രദായമാണ്. പക്ഷേ മറിച്ച് എന്നെ ആര് പറഞ്ഞു വിടാൻ പറ്റും? ഞാൻ കർത്താവ് വിളിച്ചിട്ട് ഇവിടെ വന്നേക്കണതാണ്. അല്ലെങ്കിൽ കൊച്ചേ നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും നിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടുവിട്ടാ നിന്നെ കർത്താവ് വിളിച്ചിട്ട് വന്നേക്കണാണെന്ന് ഏതെങ്കിലും കന്യാസ്ത്രീ പറയോ? പറയും. പ്രൈസ് ദി ലോർഡ്. അറ്റ്ലീസ്റ്റ് അങ്ങനെ കുറച്ച് പേര് പറയും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ പറഞ്ഞു വിടും എന്നും പറഞ്ഞിങ്ങനെ പേടിച്ചാണ് ജീവിത അവസാനം വരെ മഠത്തിൽ ജീവിക്കണേ. എന്തിനെ പേടിച്ചിട്ട്? നിയമത്തെ പേടിച്ചിട്ട്. ഒന്ന് സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റണ്ടോ? സുപ്പീരിയർ വരണ്ടിട്ട് നമുക്കിട്ട് മാറിയേക്കാം, സുപ്പീരിയർ വരണ്ട് മാറിയേക്കാം, നമ്മൾ സംസാരിക്കുന്ന കണ്ട പ്രശ്നമാവട്ടാ പറഞ്ഞു വിടും. പേടിച്ചിട്ട് ജീവിക്കാണ് ഇവിടെ. ഇങ്ങനെ പേടിക്കുകയാണെങ്കിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലല്ല നമ്മൾ. വിശ്വസിച്ചാൽ മതി, ഇങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈശോ നമ്മുടെ സകല തെറ്റുകളും ഏറ്റെടുത്ത് നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിനി വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പറ്റണില്ലല്ലോ ദൈവമേ, എന്തോരം പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ട് വീണ്ടും എന്നെ കറക്കി കൊണ്ടുപോരാണ് ഏതേൻ തോട്ടത്തിൻ്റെ പുറത്തേക്ക്. ഇനി കയറണം. എന്തുകൊണ്ടാണ് ഏതേൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെയും ഹവ്വയെയും പറഞ്ഞു വിട്ടത്? എന്തിനാണ് അവരെ പറഞ്ഞു വിട്ടത്? അവരെ ശിക്ഷിച്ചല്ലേ പറഞ്ഞു വിട്ടത്? അല്ലേ? അതെ. ഇവിടെയാണ് നമ്മുടെ ബേസിക് മിസ്റ്റേക്ക്. നമ്മളൊക്കെ കുഞ്ഞുനാളിലേ മുതലേ പഠിച്ചേക്കണ അതാണ്. ഏതേൻ തോട്ടത്തിൽ നിന്നും അവരെ ശിക്ഷിച്ച് പുറത്താക്കി. ഇപ്പം നമ്മൾ ടീച്ചർമാരുണ്ടാവും ഇവിടെ. എന്നെ ടീച്ചർ ഒരുപാട് പ്രാവശ്യം പുറത്താക്കിയിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ടീച്ചറെ പുറത്താക്കും എന്ന് പറയും. ഹോംവർക്ക് ചെയ്തു വന്നില്ലെങ്കിൽ പുറത്താക്കി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചേക്കണത് എന്താ? പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക എന്നുള്ളതാണ്. വീട്ടിലെ അപ്പനും അമ്മയും വരെ ചിലപ്പോൾ പറയും മര്യാദയ്ക്ക് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടാന്ന് പറയും. പറഞ്ഞു വിടാനൊന്നും പോണില്ല, നമുക്കറിയാം, നമ്മുടെ അപ്പനല്ലേ. എങ്കിലും പറയുമ്പോൾ ഈ വാക്യം വരുള്ളൂ. പുകഞ്ഞ പള്ളി പുറത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഇൻഫർമേഷനാണ് നമുക്കുള്ളത്. എന്നാൽ വചനത്തിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ കരുണയുടെ ചുരുളഴിയുമ്പോൾ ആ വചനത്തെ വീണ്ടും ഒന്ന് ധ്യാനിച്ച് നോക്കും. ഒന്നെടുത്ത് വായിച്ചേ. ചുമ്മാ വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ ആകെ കൂടി ദൈവം ശിക്ഷിക്കുന്ന ഒരാളാണ് എന്ന ഒരു മുൻവിധിയോടെ നമ്മൾ വായിക്കുന്നത് കൊണ്ടാണ് ഏതേൻ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കിയത് ശിക്ഷയാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത് ശിക്ഷയല്ലായിരുന്നു. ഒന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിൽ 21, 22 വചനം. ഉൽപ്പത്തി 3, 21, 22 എല്ലാവരും എടുത്ത് വായിക്കണം. നിങ്ങൾ തന്നെ നോക്കി വായിക്കണം. ദൈവമായ കർത്താവ് തൂകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി. എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം
അവിടുന്ന് പറഞ്ഞു മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. അതുകൊണ്ട് കർത്താവ് അവരെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത ഇത്രയും മാത്രം ചിന്തിക്കൂ. ഇനി അവൻ ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യനാകാൻ ഇടയാകരുത്. ഒന്നുകൂടി പറഞ്ഞേ, ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. ഒന്ന് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിന്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കി തരണേ. ഓ പരിശുദ്ധാത്മാവേ, എല്ലാവരും പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ മാനുഷിക ചിന്തയിലൂടെ ബോധ്യങ്ങളിലൂടെ വ്യാഖ്യാനിക്കാതെ ദൈവിക രഹസ്യങ്ങളിലൂടെ വ്യാഖ്യാനം നൽകണമേ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി തരണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം പഠിപ്പിക്കും. പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യനാകാൻ ഇടയാകരുത്. കുറച്ചൊരു സൂചന കിട്ടിയോ? ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താ? ആ സമയത്ത് അവർ പാപം മൂലം അവരുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്, പാപാവസ്ഥയിലാണ് അവർ. കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ, പൈശാചിക അവസ്ഥയിലാണ്. ഈ പൈശാചിക അവസ്ഥയിൽ, ഈ പാപം മൂലം ആത്മാവിൽ മരിച്ച അവസ്ഥയിൽ അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ ആ അവസ്ഥയിൽ അവർ അമർത്യരാകും. ആ അവസ്ഥയിൽ അമർത്യരായാൽ എന്ത് സംഭവിക്കും? അവരാരാ പോലെ ആവും? പിശാചായി മാറും. അതുകൊണ്ട് അവരോട് ദൈവമായ കർത്താവ്, മക്കളെ, പൊന്നുമക്കളെ, കുട്ടിപ്പോ, നിങ്ങൾ ഇവിടെ നിന്ന് അപകടമുണ്ട്. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, അതുമൂലം നിങ്ങളുടെ കൃപ നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിൽ നിങ്ങൾ അടുത്ത തെറ്റ് ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്. അത് ചെയ്താൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പാപാവസ്ഥയിൽ അമർത്യരാകും. നിങ്ങൾ ഈ അവസ്ഥയിൽ ഇവിടെ നിന്നാൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ചു ഭക്ഷിച്ചാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പാപാവസ്ഥയിൽ അമർത്യരാകും. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ ഇവിടുന്ന് വിട്ടോ. ഞാൻ ഈ ഏദേൻ തോട്ടത്തിൽ തന്നെ അടയ്ക്കാൻ പോവാണ് നിങ്ങളെ പ്രതി. മാത്രമല്ല, ഈ ജീവന്റെ വൃക്ഷത്തിൽ നിങ്ങളോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുഞ്ഞുമക്കളോ യേശുക്രിസ്തു വരുന്നത് വരെ ആരെങ്കിലും ഇവിടെ വന്ന് ഇത് തുടരുത്. അതിനുവേണ്ടി ഞാൻ അവിടെ കെരൂബുകളെ കൊണ്ട് അതിനെ കാവൽ നിർത്താൻ പോവുകയാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ മകൻ കർത്താവ് ഈശോ മിശിഹ കുഞ്ഞാടായിട്ട് വരും നിങ്ങളെ രക്ഷിക്കാൻ. അതുകൊണ്ട് ആ കുഞ്ഞാടിന്റെ തുകൽ കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വസ്ത്രം ഉണ്ടാക്കി തരുന്നു. അതാണ് 21-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ദൈവം അവർക്ക് തുകൽ കൊണ്ട്, ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി. എവിടെയാണ് ഈ തുകൽ ഉണ്ടാക്കിയത്? തുകൽ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ കൊല്ലണം. ഏത് മൃഗത്തിനെ ആകാം ദൈവം തുകലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക. ഒരു സാധാരണഗതിയിൽ ചിന്തിക്കുകയാണ്,
ഈ രക്ഷാകര പദ്ധതിയിൽ കുഞ്ഞാട് അപ്പോൾ തന്നെ രംഗപ്രവേശം ചെയ്തു. ഈ കുഞ്ഞാടിനെ ആയിരിക്കാം, ആ കുഞ്ഞാടിന്റെ രക്തം പുരണ്ട തുകൽ ഈ വരാനിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെയും വരാനിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹാകുന്ന കുഞ്ഞാടിന്റെ മുൻ അനുഭവമാണത്. അതവർക്ക് അച്ചാരമായി കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ കുഞ്ഞാടിന്റെ രക്തം പുരണ്ട തുകൽ കൊണ്ട് ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളാ അത്തി ഇലകളൊക്കെ മാറ്റി, നിങ്ങൾ എൻ്റെ മക്കളാണ്. നിങ്ങൾ പാപം ചെയ്താലും നിങ്ങൾ എൻ്റെ മക്കൾ തന്നെയാണ്. അവിടത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഈശോയെ പറയട്ടെ. അനന്തത മുതൽ, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് കരുണ തന്നെയാണ്. പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ദൈവത്തിൻ്റെ കരുണയല്ലാത്ത ചിത്രം കാണുന്നുണ്ടെങ്കിലും അത് നമ്മുടെ വ്യാഖ്യാനത്തിൻ്റെ കുഴപ്പമാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവം കരുണ മാത്രമാണ്. എപ്പോ മുതൽ കരുണയാണ്? അനാദി മുതൽ അനന്തത വരെ, ആൽഫ മുതൽ ഒമേഗ വരെ. ഇപ്പോഴുള്ള കർത്താവ് തന്നെയായിരുന്നു അപ്പോഴും കർത്താവ്. കർത്താവ് അന്നും കരുണ തന്നെയായിരുന്നു. പക്ഷെ ആ കരുണ അവതീർണ വചനമായി മനുഷ്യനായി അവതരിക്കപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. എന്നാൽ അന്നേ മുതൽ ദൈവം കരുണ തന്നെയാണ്. ദൈവത്തിൻ്റെ കരുണയാണ് ആദമും ഹവ്വയെയും നഷ്ടപ്പെടാതെ അവർ പാപാവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ച് ഭക്ഷിച്ചാൽ, അവർ പാപാവസ്ഥയിൽ അമർത്യരായാൽ അവർ പിശാചായി മാറിയേനെ. പിന്നെ അവരെ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിലൂടെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അഥവാ അവരുടെ രക്ഷയുടെ ആരംഭമായിരുന്നു പറുദീസായിൽ നിന്ന് അവരെ പുറത്താക്കിയത്. ഒന്ന് കരമുയർത്തി സ്തുതിച്ചേ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രക്ഷ യേശു ബലിയർപ്പിച്ചതിലൂടെ, അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിലൂടെ, യേശു രണ്ടാമത്തെ ആദമായി വന്നിട്ട് ആദം ചെയ്ത പാപവും അതിൻ്റെ പരിണത ഫലങ്ങളും അടങ്ങുന്ന മനുഷ്യവംശത്തിൻ്റെ സകല പാപങ്ങളും യേശു ഏറ്റെടുത്തു. യേശു അതിന് പരിഹാരം ചെയ്തു. മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി, മരത്തിന്മേലാർദ്രനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. അങ്ങനെ മനുഷ്യവംശത്തിന്റെ മുഴുവനും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതിലൂടെ ആദവും ഹവ്വയും ചെയ്ത ഉത്ഭവ പാപത്തിന് യേശു പരിഹാരം ചെയ്തുവോ? ചെയ്തു. അങ്ങനെ പാപത്തിന് പരിഹാരം ചെയ്തതിന് ശേഷം തൻ്റെ ശരീരം മുഴുവനും കഷ്ണം കഷ്ണമായി മാറി, രക്തം മുഴുവനും വാർന്നുപോയി. അങ്ങനെ യേശു മരിച്ചു, പീഡ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. ഈ അടക്കപ്പെട്ട അവസ്ഥയിൽ എന്ത് സംഭവിച്ചു? ഈ അടക്കപ്പെട്ട അവസ്ഥ ഒന്ന് കൈവീശി കാണിച്ചേ, ഈ പുറകല്ലേ. ഈ അടക്കപ്പെട്ട അവസ്ഥയിൽ യേശുവിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആ രക്തം മുഴുവനും വാർന്നുപോയ ശരീരത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ദൂരെ പോയി അവൻ്റെ അസ്ഥികൾ എണ്ണാമായിരുന്ന ആ അവസ്ഥയിൽ അത്യത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ടായി. പുതിയ ശരീരമായി യേശുവിൻ്റെ
അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ, എന്ത് ശരീരത്തോടെയാണ് അവൻ ജാതനായത്? മർത്യമായ ശരീരത്തോടാണ് ജാതനായത്. മർത്യമായ ശരീരത്തോട് ജാതനായത് മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മർത്യമായ ശരീരത്തിൽ മനുഷ്യന്റെ പാപം ഏറ്റെടുത്തതിന് പരിഹാരം ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ